ടാക്സിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അതോടുകൂടി റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ലോയും നമുക്ക് പഠിക്കാം, അത് നോട്ട് എഴുതാം. അതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാനും കഴിയും. ഇവിടെ 12ാമത്തെ ചോദ്യം, ദീപിക ലെഫ്റ്റ് ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ഷോർട്ട് ഇതാണ്. ദീപിക ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് 5 മാർച്ച് 2020. നമ്മളത് എഴുതി വെക്കണം. ആഫ്റ്റർ ഹാവിങ് ലിവ്ഡ് ഹെർ ഫോർ 22 ഇയേഴ്സ്, 22 വർഷം ഇന്ത്യയിൽ ജീവിച്ചതിന് ശേഷം 2020 മാർച്ച് 5-നാണ് ഇവിടുന്ന് പോകുന്നത്. അവൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത് 10 സെപ്റ്റംബർ 2022 തിരിച്ച് ഇന്ത്യക്ക് വരികയും ചെയ്തു. നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ഔട്ട് ഹെർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അവളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാൻ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 23-24 2023-24 അസസ്മെൻറ്റ് ഇയറിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഒരു കാര്യം നമ്മുടെ മനസ്സിലാക്കണം, 23-24 അസസ്മെൻറ്റ് ഇയർ ആണെങ്കിൽ പ്രീവിയസ് ഇയർ ഏതായിരിക്കും? 22-23. അപ്പോൾ 22-23 ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കാണാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ലോ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ഇൻഡിവിജ്വലിന് പ്രധാനമായിട്ട് 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, റെസിഡൻറ്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് ഏതും പറയാം. 2 റെസിഡൻ്റ് ആണ്, പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. 3 നോൺ റെസിഡൻറ്റ്, റെസിഡൻറ്റേ അല്ല. ഈ 3 സ്റ്റാറ്റസ് ആണുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ രാധിക ഇതിലേതാണ് അവളുടെ സ്റ്റാറ്റസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഏതാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഒരാൾ എപ്പോഴാണ് ഇന്ത്യയിൽ റെസിഡൻ്റ് ആവുക? റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഇനി റെസിഡൻ്റ് ആകുമ്പോൾ തന്നെ ഓർഡിനറി, നോട്ട് ഓർഡിനറി, ഇങ്ങനെയുള്ളത്. ഒരാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആവണമെങ്കിൽ ഇവിടെ ഉണ്ടോ ബേസിക് കണ്ടീഷൻ ഉണ്ട്. 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നൊരാൾക്ക് സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റായി മാറി. താഴെ ബേസിക് കണ്ടീഷൻ്റെ താഴെ അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. ഈ അഡീഷണൽ കണ്ടീഷനും കൂടി ഉണ്ടെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡൻ്റായി. ഓക്കെ, അഡീഷണൽ കണ്ടീഷൻ 2 ഇല്ല, അല്ലെങ്കിൽ 1 മാത്രമേ ഉള്ളൂ ഒക്കെ എങ്കിൽ അയാൾ റെസിഡൻ്റാണ്, പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡൻ്റാണ്. മനസ്സിലായി കാണും അല്ലേ? അതായത് റെസിഡൻ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബേസിക് കണ്ടീഷനിൽ 2-1 ഉണ്ടായാൽ മതി. ഇതാണ് ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഏതൊക്കെ? ഒന്നിതാ, പ്രസൻറ്റ് ഇൻ ഇന്ത്യ ഫോർ പീരീഡ് 182 ദിവസം അല്ലെങ്കിൽ കൂടുതൽ ഡ്യൂറിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മളെ കഴിഞ്ഞ വർഷം മിനിമം 182 ദിവസം. 182 നമുക്കറിയാം 364 പകുതിയാണ്. അപ്പോൾ 6 മാസം കംപ്ലീറ്റ് ആയിട്ട് 182 ദിവസം ഇന്ത്യയിൽ അയാൾ ഉണ്ടാവുക. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ പ്രീവിയസ് ഇയർ ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ പീരീഡ് ഓഫ് 60 ഡേയ്സ്, ബ്രാക്കറ്റിൽ നമ്മളിപ്പോൾ നോക്കണ്ട, 60 ദിവസം ഓർ മോർ ഡ്യൂറിങ് ദ റെവന്യൂ. കഴിഞ്ഞ വർഷം 60 ദിവസമെങ്കിലും ഇവിടെ ഉണ്ടാവുക. ആൻഡ് 365 ഡേയ്സ് മോർ ഫോർ 4 ഇയേഴ്സ്. അതിന് തൊട്ട് മുമ്പത്തെ ടോട്ടൽ 4 വർഷങ്ങൾ കൂട്ടിയാൽ ആകെയുള്ള 4 വർഷങ്ങളിൽ ടോട്ടലായിട്ട് 365 ദിവസം ഉണ്ടാവുക. ഈ രണ്ടാലൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയിലെ റെസിഡൻ്റായി മാറി. ഓക്കെ, 2-1 മതി, 2 കൂടി വേണമെന്നില്ല. അതേപോലെ തന്നെ റെസിഡൻ്റ് ആവലോട് കൂടി താഴെ പറയുന്ന അഡീഷണൽ കണ്ടീഷൻ 2 ഉണ്ട്. ഇത് 2 കൂടി ഉണ്ടെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡൻ്റായി. 2 കൂടി ഇല്ല, 1 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ഇല്ല, അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അയാൾ വെറും റെസിഡൻറ്റ് മാത്രമാണ്. ഓക്കെ, എന്ത് 2 അഡീഷണൽ കണ്ടീഷൻ എന്താ? ഇഫ് ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് ദി 10 ഇയേഴ്സ്. നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം അയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആവുക. അതേപോലെ തന്നെ കഴിഞ്ഞ 7 വർഷത്തിൽ ടോട്ടൽ 730 ദിവസം അയാൾ ഇവിടെ ഉണ്ടാവുക, ഇന്ത്യയിൽ ഉണ്ടാവുക. ഈ 2 കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ആയാൽ അത് ഓർഡിനറി റെസിഡൻ്റായി. അപ്പോൾ ഈ അഡീഷണൽ കണ്ടീഷൻ ഓർഡിനറി ആണോ അല്ലേ തീരുമാനിക്കാനാണ്. ബേസിക് കണ്ടീഷൻ റെസിഡൻ്റ് ആണോ അല്ലേ തീരുമാനിക്കാനാണ്. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രാധികൻ്റെ അവസ്ഥ നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ഉണ്ടോ? കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2022-23 പ്രീവിയസ് ഇയർ. 2022-23 ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ എന്തായിരുന്നു? ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തത് കഴിഞ്ഞ വർഷം 182 ദിവസം ഇവിടെ ഉണ്ടാവണം എന്നല്ലേ? ഈ കഴിഞ്ഞ വർഷം നോക്കൂ നിങ്ങൾ, 2022-23 പറഞ്ഞാൽ 22 ഏപ്രിൽ ടു 23 മാർച്ച്, അതല്ലേ പ്രീവിയസ് ഇയർ? അതിൽ അവൾ 22 സെപ്റ്റംബർ 10 എത്തുന്നുണ്ട്. സെപ്റ്റംബർ 10 എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
ഒക്ടോബർ അവൾ ഇവിടെ ഉണ്ട്. ഏകദേശം ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച് 6 മാസം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ സെപ്റ്റംബറിലെ 10 ദിവസം കഴിച്ചിട്ട് ബാക്കി 21 ദിവസം അവൾ അവിടെ ഉണ്ട്. അപ്പോൾ 180 ദിവസത്തിലപ്പുറം അവളിവിടെ പ്രീവിയസ് ഇയറിലുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ നമ്മളെ ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയറിൽ 182 ദിവസം. അവൾ 182 ദിവസത്തിലപ്പുറം ഇവിടെ ഉണ്ട്. കാരണം സെപ്റ്റംബർ 10 ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ 21 ദിവസം അതറക്കട്ടെ. ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 6 മാസം അവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. 6 മാസം ചിലത് 31 ദിവസം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളെ ബേസിക് കണ്ടീഷൻ ആദ്യം 1 മതി. അതോടെ ഇവൾ റെസിഡൻ്റ് ആണെന്നുള്ളത് ഓക്കെ ആയി. ഇനി അടുത്തത് തിരിയേണ്ടത് ഓർഡിനറി റെസിഡൻ്റ് ആണോ അല്ലേ? നമ്മൾ ഓർഡിനറി നോട്ട് ഓർഡിനറി അത് തീരുമാനിക്കേണ്ടത് അഡീഷണൽ കണ്ടീഷൻ വെച്ചിട്ടാണ്. ഈ അഡീഷണൽ കണ്ടീഷൻ അവൾക്കുണ്ടോ നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? കഴിഞ്ഞ 10 വർഷത്തിൽ അല്ലേ, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷമെങ്കിലും അവളിവിടെ റെസിഡൻ്റ് ആയിരിക്കണം. നമ്മൾ നോക്കുക, നമ്മുടെ വർഷം ഏതാ? 2022-23 അല്ലേ? 22-23 മുമ്പുള്ള 10 വർഷം ഏതൊക്കെയാണ് നമ്മൾ നോക്കുക? ഏകദേശം 2012 മുതലുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അവൾ ഇന്ത്യ വിട്ട് പോകുന്നത് 2020-ലാണ്. 2020 മുമ്പുള്ള 19-ലും 18-ലും 17-ലും 16-ലും 15-ലൊക്കെ ഫുള്ള് 22 വർഷമായിട്ട് അവൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം അവൾ റെസിഡൻ്റ് ആണ്. ഓക്കെ, അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തത് ഓക്കെ, 2 out of 10 years, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? കഴിഞ്ഞ 7 വർഷത്തിൽ, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം, 730 ദിവസം അവളിവിടെ വേണം. ഇത് 730ൻ്റെ കണക്ക് 365-ൻ്റെ ഡബിളാണത്. എന്നാൽ 2 വർഷം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വേണമെന്നർത്ഥം. അപ്പോൾ കഴിഞ്ഞ 7 വർഷത്തിൻ്റെ ഇടയിൽ 730 ദിവസം ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മുടേതനുസരിച്ച് കഴിഞ്ഞ 7 വർഷങ്ങൾ ഏതൊക്കെയാണ്? 2022-23 അല്ലേ? അതിൻ്റെ മുമ്പുള്ള 7 വർഷം. പിന്നെ നമുക്ക് 23 മാർച്ച് അല്ലേ? 23 മാർച്ചിൻ്റെ തൊട്ട് മുമ്പുള്ളത് 22 മാർച്ച്, 22 മാർച്ച്, 21 മാർച്ച്, 20 മാർച്ച്, 19, 18, 17, 16, 2016 മാർച്ചിൽ. അപ്പോൾ 2015-16 മുതൽ തുടങ്ങിയിട്ട് 2021-22 ഇതിൻ്റെ ഇടയിൽ ഈ 7 വർഷത്തിൽ അവൾ ഒരു എത്ര ദിവസം എന്ന് പറഞ്ഞാൽ 730 ദിവസം ഇവിടെ വേണമെന്നല്ലേ? നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ 2020 മുമ്പ് അവൾ 2020 മാർച്ചിലല്ലേ പോണത്. 2020 മാർച്ചിൽ പോകുമ്പോൾ 2019-20 അവൾ ഏകദേശം വർഷം ഇവിടെ ഉണ്ട്. 18-19 ഇവിടെ ഉണ്ട്. 17-18 ഇവിടെ ഉണ്ട്. 16-17 അവിടെ ഒരു 4 വർഷം അവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവൾ ഇവിടെ ഉണ്ട്. അങ്ങനെ വെക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ 730 ദിവസത്തിലപ്പുറം അവൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 കണ്ടീഷനും അവളെ കേസിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അവളെ പറ്റിയിട്ട് അവൾ റെസിഡൻ്റ് ആണ് എന്ന് മാത്രമല്ല ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇതാണ് അവളുടെ സ്റ്റാറ്റസ്, റെസിഡൻറ്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് എന്ന് അവളെ പറ്റിയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ഒന്നുമില്ല, സിമ്പിളാണ്. ബേസിക് കണ്ടീഷൻ 2 കണ്ടീഷൻ, 152 ദിവസം പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60, ടോട്ടൽ 4 വർഷത്തിനുള്ളിൽ 365 ദിവസം തുടർച്ചയായിട്ട് വേണമെന്നൊന്നുമില്ല. അതേപോലെ അഡീഷണൽ കണ്ടീഷൻ കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കുക. ഈ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ആളിവിടെ റെസിഡൻ്റ് ആയിരിക്കുക. അതേപോലെ കഴിഞ്ഞ 7 വർഷത്തിൻ്റെ ഉള്ളിൽ, 7 വർഷം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 7 വർഷം കേട്ടോ. അതാണ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 വർഷം, പ്രീവിയസ് ഇയർ കൂട്ടാതെയാണ് പറയണത്. 730 ദിവസം ആളിവിടെ വേണം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.